കുതുബി തങ്ങൾക്ക് ജന്മം നൽകിയ പണ്ഡിതനാണ് ചാരികത്തവറുകൾ. പക്ഷേ അവിടുത്തെ ദർസിൽ പഠിച്ച് വന്നിരാഗ് തൊടിയൂർ ഉസ്താദ് പറഞ്ഞതുപോലെ ചില ആളുകൾ കുരുത്തം കെട്ടുപോയി. അതിൽപ്പെട്ട ആളുകളിൽപ്പെട്ടവരാണ് ഈ മൊയ്തു മൗലവി, ഈ കെ മുഹമ്മദ് മൗലവി, കെ എം മുഹമ്മദ് മൗലവി. രണ്ടുപേരും മുഹമ്മദ് ആയതുകൊണ്ട് ഈ കെ മൗലവി എന്ന പേരിലും കെ എം മൗലവി എന്ന പേരിലും അവർ അറിയപ്പെടുന്നു. അവർ കൊടുങ്ങല്ലൂരിൽ വന്ന് തമ്പടിച്ചു. അവരവിടെ ഒരു സംഘടനാ പ്രവർത്തനത്തിന് രൂപം നൽകി. ആ സംഘടനാ പ്രവർത്തനത്തിന്റെ രൂപമാണ് മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്നത്. 1922 ഈ സംഘടനയുടെ പ്രവർത്തനം ഉണ്ടാകുമ്പോൾ എല്ലാ മുസ്ലിമുകളും അതിനെ അംഗീകരിച്ചു, എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ടു. അവർ ചില അഭിപ്രായങ്ങളൊക്കെ അങ്ങിങ്ങായി പറയാൻ തുടങ്ങിയപ്പോ യഥാർത്ഥ ഉലമാക്കൾ അഖിലുസുന്നയുടെ പണ്ഡിതന്മാർക്ക് അസ്വസ്ഥതയായി. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? പരിശുദ്ധമായ ദീനിന് വിരുദ്ധമായി, സുന്നത്ത് ജമാഅത്തിന്റെ മഖ്ദൂമി പാരമ്പര്യത്തിന് വിരുദ്ധമായി, ഇസ്ലാമിന്റെ അജയ്യമായ പ്രോജ്വലമായ സംസ്കൃതിക്ക് വിരുദ്ധമായി നിങ്ങൾ സംസാരിക്കുകയാണോ എന്ന ചോദ്യപ്പാട്. ഇല്ല, ഞങ്ങൾ അങ്ങനെയൊന്നും സംസാരിക്കുന്നവരല്ല, നാം എല്ലാം ഒന്നല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഉലമാക്കളെ ആദ്യഘട്ടത്തിൽ പറ്റിക്കാൻ അവർക്ക് സാധിച്ചു. അതിനുശേഷം രണ്ടാമത്തെ യോഗം അവർ ചേരുന്നത് നമ്മുടെ തെക്കൻ കേരളത്തിൽപ്പെട്ട ആലുവയിലാണ്. 1924 ആലുവയിൽ അവർ ഒരുമിച്ചുകൂടി. 24-25 ഘട്ടങ്ങളിൽ അനവധി വട്ടം അവർ ആലുവയിൽ ഒരുമിച്ചുകൂടി. അങ്ങനെ കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന പണ്ഡിത പ്രസ്ഥാനത്തിന് അവർ രൂപം നൽകി. കേരള ജംഇയ്യത്തുൽ ഉലമ നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടതാണ്, അടിവരയിടേണ്ടതാണ്. ആ പ്രസ്ഥാനിക പ്രവർത്തനങ്ങളിൽ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരും ആദ്യം ചേർന്നു നിന്നു. അവർ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾക്ക് വിരുദ്ധമല്ല, അശ്അരി തരീഖത്തിന് വിരുദ്ധമല്ല, ബഹുമാനപ്പെട്ട മാതുരിദി തരീഖത്തിന് വിരുദ്ധമല്ല, 4 മദ്ഹബുകൾക്കും വിഭിന്നമായ സമീപനം സ്വീകരിക്കുന്നവരല്ല എന്ന നിലയിൽ അവർ മുന്നോട്ട് വന്നപ്പോ അവരെ സ്വീകരിക്കാൻ വടക്കൻ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും ഉലമാക്കൾക്ക് വിമുഖതയുണ്ടായില്ല. പക്ഷേ പിന്നീട് പോകെ ആ ഇസ്ലാമികമായ സംസ്കാരത്തിന്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന മൗലിദുകൾ, നമ്മുടെ റാത്തിബത്തുകൾ, നമ്മുടെ സിയാറത്തുകൾ, മഹാന്മാരോടുള്ള ആദരവുകൾ, അതിനെയെല്ലാം പുറങ്കാത് കൊണ്ട് തട്ടി അവിടെ 1920 കാലഘട്ടങ്ങളിൽ ഗൾഫ് നാടുകളിൽ പടർന്നു പിടിച്ച് രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് വളർന്നു വന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലുള്ള വഹാബിയത്ത് ആശയമാണ് ഈ സംസ്ഥാനത്ത് വളർത്തിയെടുക്കുവാൻ ഇവർ ശ്രമിക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ ആ മഹാപണ്ഡിതന്മാർ 1926 നമ്മുടെ ജനന തീയതി പോലെ ജൂൺ മാസം 26-ാം തീയതി കോഴിക്കോട് വലിയ പള്ളി ജുമുഅത്ത് പള്ളിയിൽ അവരെല്ലാവരും ഒരുമിച്ചുകൂടി ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ആഭിമുഖ്യത്തിൽ നേതൃത്വത്തിൽ അവർ ഒരു പണ്ഡിത പ്രസ്ഥാനത്തിന് രൂപം നൽകി. ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് കേരള ജംഇയ്യത്തുൽ ഉലമ. രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്നപ്പോ അതിനു മുമ്പേ ഇവർ ബിദ്അത്തിന്റെ സംഘടനയുടെ പേരായി കേരള ജംഇയ്യത്തുൽ ഉലമ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരേ പേരിൽ 2 സംഘടനകൾ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ആ സംഘടനയുടെ രണ്ടാമത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ചെന്ന സംഘടനയുടെ പേര് മാറ്റി അതിന്റെ പേരാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. എന്താണ് മുസ്ലിയാരെ ദക്ഷിണയെക്കുറിച്ച് പറയാൻ വേണ്ടി വിളിച്ചിട്ട് ബഹുമാനപ്പെട്ട അധ്യക്ഷൻ അവർ ചിന്തിക്കുന്നുണ്ടാകും, ഇത് സമസ്തയെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ല, അവിടെ നിന്നാണ് ഈ ചരിത്രം തുടങ്ങുന്നത്. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിച്ചത് ഒറ്റക്കൊറ്റക്കായി ഓരോരുത്തരായി പരിശുദ്ധമായ ദീനിന്റെ ദഅവത്തിന്റെ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ട് തെക്ക് വടക്ക് വ്യത്യാസമില്ലാതെ മുദരിസന്മാരായി, ഉലമാക്കളായി, ഖുതബാക്കളായി, നുസ്ഹാക്കളായി, മുർഷിദുകളായി, തരീഖത്തിന്റെ ശൈഖുമാരായി, ഇസ്ലാമിക ലോകത്തിന്റെ പണ്ഡിതന്മാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ദഅവത്തിന്റെ പ്രവർത്തനം ഒറ്റ മരമായി, ഒറ്റ വൃക്ഷമായി ഒരു സ്ഥലത്തെ കേന്ദ്രീകരിച്ച് ശൈഖുന ഫരീദുദ്ദീൻ ഉസ്താദ് അവர்கள் പഴക്കാപ്പള്ളികളുണ്ടെങ്കിൽ, മൂവാറ്റുപുഴയുണ്ടെങ്കിൽ ബഹുമാനപ്പെട്ടവർ അവിടെ മതിയായവരാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കെ പി ഹദറത്തുണ്ടെങ്കിൽ അവിടെ മതിയായവരാണ്. അന്നിലയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിന് മാറ്റം വന്നു. എന്താണ് മാറ്റം? സംഘടിതമായി ബിദ്അത്തിന്റെ ആശയം പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു എന്ന് വന്നപ്പോൾ ദീനിന്റെ യഥാർത്ഥ ആശയം പറയാൻ ഒരു സംഘടന അനിവാര്യമായി വന്നു. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അനിവാര്യതകളിലാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇടപെട്ടിട്ടുള്ളത്, അനിവാര്യതകളിലാണ്. അല്ലെങ്കിൽ ഒരു ചോദ്യമില്ലേ, എന്തുകൊണ്ട് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ, എന്തിനാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, എന്തിനാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 70-ാം വാർഷികം ആഘോഷിക്കുന്നത്? അപ്പൊ 70 വർഷത്തിന് മുമ്പ് ഇവിടെ ദഅവത്തിന്റെ പ്രവർത്തനമൊന്നും നടന്നില്ല എന്നാണോ? ജംഇയ്യത്ത് ദക്ഷിണ വന്നപ്പോഴാണോ ഇവിടെ ദഅവത്തിന്റെ പ്രവർത്തനം നടന്നത്? അതിന് മറുപടിയാണ് പറഞ്ഞത്. അനിവാര്യമായ ഘട്ടത്തിൽ ഈ ഉലമാക്കൾ ഒരുമിച്ച് നിൽക്കണമെന്ന സാഹചര്യം വന്നപ്പോൾ അവിടെ സമസ്തയുണ്ടായി. ആ സമസ്തയുടെ പ്രവർത്തനം അവിടെ മനോഹരമാക്കി നടന്നു പോകുമ്പോൾ അപ്പോഴും തെക്കൻ കേരളത്തിൽ അതിന്റെ പ്രവർത്തനം ഇല്ല, വളരെ നാമമാത്രമായ പ്രവർത്തനം. അപ്പോൾ ഇവിടെ ഒരു സംഘടന വേണം. ബഹുമാനപ്പെട്ട OB തഖിയുദ്ദീൻ ഫരീദുദ്ദീൻ ഉസ്താദ് അവരുടെ ഈ പാവപ്പെട്ടവന്റെ വെല്ലിപ്പയാണ്, ഉമ്മയുടെ പിതാവാണ്. ഷേഖുന ചേലക്കുളം ഉസ്താദ് അവരുടെ മാമനാരാണ്, അമ്മ
അമ്മോച്ചനാണ്, എന്റെ പിതാവിന്റെ അമ്മോച്ചൻ, വേക്കാരുടെ എലി ഉസ്താദിന്റെ അമ്മോച്ചൻ, ഇപ്പോൾ നിങ്ങൾക്ക് പരിചിതനായ ഓണംപള്ളി അബ്ദുസ്സലാം ഉസ്താദ് അവരുടെ അമ്മാച്ചൻ, ബഹുമാനപ്പെട്ട ഓബി ഉസ്താദ് അടക്കമുള്ള ജംഇയ്യത്തുൽ ഉലമയുടെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സ്ഥാപക നേതാക്കളാകുന്ന മഹാപണ്ഡിതന്മാർ ഈ വിഷയത്തെ കുറിച്ച് ആലോചിച്ചു. സമസ്തകട നേതാക്കളെ കണ്ടു. അവർ പറഞ്ഞു, ഞങ്ങളുടെ പ്രവർത്തനം അങ്ങോട്ട് വ്യാപിപ്പിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമായി അതിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തിരുകൊച്ചിയിൽ നിങ്ങൾ സംഘടിതമായി നിന്നുകൊണ്ട് സമൂഹം വഴിതെറ്റാതിരിക്കാൻ, ആലുവയിലാണ് അവരുടെ ആദ്യത്തെ യോഗം, കൊടുങ്ങല്ലൂരാണ് അവരുടെ ആദ്യത്തെ യോഗം, അതുകൊണ്ട് അവിടെ അതിന്റെ അപകടം വരാതിരിക്കാൻ നിങ്ങൾ സംഘടിതമായി നിന്നുകൊണ്ട് പ്രവർത്തന നിരതരാകണമെന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനകളുടെയും ആശീർവാദത്തോടെയും തെക്കൻ കേരളത്തിൽ തുടക്കം കുറിച്ച മഹാപണ്ഡിത പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. അതാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ആ കാര്യത്തിൽ നമുക്ക് സംശയമുണ്ടായിരുന്നു. ഈ മഹത്തായ പ്രസ്ഥാനം ദീനീ ദഅവത്തിന് വേണ്ടി അതിന്റെ അനിവാര്യയുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട തൊടിയൂർ ഉസ്താദ് പറഞ്ഞല്ലോ, ഇഖ്ലാസിന്റെ അടിപ്പടയിൽ, തഖ്വയുടെ അടിപ്പടയിൽ സ്ഥാപിതമായ മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേരാണ്. ആളാവാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല, കാശുണ്ടാക്കാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല, ആളുകളുടെ മുമ്പിൽ പ്രശസ്തി കിട്ടാൻ വേണ്ടി ഉണ്ടായ പ്രസ്ഥാനമല്ല. ഇത് ദീനിന്റെ ദഅവത്തിന് വേണ്ടി സാഹചര്യം അത് തേടുന്നു എന്ന് മനസ്സിലാക്കിയപ്പോ ചാടിയിറങ്ങിയ അല്ലാഹുവിന്റെ തഖ്വയിൽ അധിഷ്ഠിതമായ സിംഹക്കുട്ടികളുടെ പ്രസ്ഥാനത്തിന്റെ പേരാണ് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ. ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ 1955 ജൂൺ മാസം 26-ാം തീയതി ആദ്യോഗം ചേരുന്നത് ഈ കൊല്ലം ജില്ലയിലാണ്. ഈ മന്നാനികളാകുന്ന യുവപണ്ഡിതന്മാരാകുന്ന നിങ്ങൾ ഇവിടെ സംഗമിക്കുമ്പോ നിങ്ങൾക്ക് അതിൽ സന്തോഷിക്കാം. ഈ കൊല്ലം ജില്ലയാണ് അന്നും എന്നും ഈ ബഹുമാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനം. ജോനകപ്പുറത്താണ് ഇതിന്റെ ആദ്യത്തെ മീറ്റിംഗ് ചേരുന്നത്. രണ്ടാമത്തെ മീറ്റിംഗ് ചേരുന്നത് തൊട്ടടുത്ത ജില്ലയാകുന്ന തിരുവനന്തപുരത്തെ VJT ഹാളിലാണ്. VJT ഹാളിൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരേ വർഷം 1955 ആദ്യയോഗം ജൂൺ 26-ാം തീയതി ഇവിടെ ചേരുന്നു. അടുത്ത യോഗം 1955 ഓഗസ്റ്റ് മാസത്തിൽ ഇവിടെ ചേരുന്നു, തിരുവനന്തപുരത്ത് ചേരുന്നു. ആ യോഗത്തിൽ ബഹുമാനപ്പെട്ട കടക്കൽ ഉസ്താദ് നീറുന്ന ഹൃദയത്തോടെ വിരുദ്ധകണ്ഠനായി കണ്ണീറനായിക്കൊണ്ട് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ ഗുരുനാഥന്റെ പേര് പറഞ്ഞല്ലോ. ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ എം ശുഹാബുദ്ദീൻ ഉസ്താദ് അവர்கள் ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ആ മഹത്തായ സദസ്സിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം രൂപീകരിക്കേണ്ടതിന്റെ അനിവാര്യതയെ സംബന്ധിച്ച്, പ്രാധാന്യത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ടവർ അവിടുത്തെ സ്വാഗത ഭാഷണത്തിൽ ഒരു പ്രബുദ്ധമായ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണത്തെ അവിടെ തന്നെ എടുത്തു പ്രതിയാക്കി ഉണ്ടാക്കി അവിടെ ഇരിക്കുന്ന ആളുകൾക്കിടയിൽ വിതരണം ചെയ്തു. മുമ്പതുണ്ടായിരുന്നു എന്നതില്ല, ആളുകൾക്കിടയിൽ രണ്ടണയ്ക്ക് വിതരണം ചെയ്തു. കൂടുതൽ തിരുത്തുണ്ടെങ്കിൽ ആരുടെ ഉസ്താദുമാര് തിരുത്തട്ടെ. അതാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ പ്രവർത്തന ഫണ്ട്. നമുക്കിന്ന് പ്രവർത്തന ഫണ്ടില്ല എന്ന് തൊടിയൂർ ഉസ്താദ് പറഞ്ഞു. മനാനിയെ സഹായിക്കണമെന്ന് പറഞ്ഞു, ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയെ സഹായിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയ്ക്ക് ഒരു ഫണ്ട് 10 കോടി രൂപയുടെ ഫണ്ട് അനിവാര്യമാണെന്ന് പറഞ്ഞാൽ ആ 10 കോടി രൂപയുടെ ഫണ്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഇന്ന് പ്രയാസകരമായ ഒരു കാര്യമല്ല. ആ ഒരു ഭൗതികമായ പശ്ചാത്തലത്തിൽ, സാമ്പത്തികമായ പശ്ചാത്തലത്തിൽ ആണ് ഇന്ന് ബഹുമാനപ്പെട്ട ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊള്ളുന്നത്. പക്ഷേ ഇതിന്റെ അടിസ്ഥാന സ്വത്ത് ഏതാണെന്നറിയാമോ? ഇതിന്റെ ആദ്യത്തെ ഫണ്ട് ഏതാണെന്നറിയാമോ? അത് ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ എം ശിഹാബുദ്ദീൻ ഉസ്താദ് അവர்கள் ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ പരിശുദ്ധമായ ഇൽമ് ആളുകൾക്കിടയിൽ നശ്ർ ചെയ്തതിൽ നിന്നും സിദ്ധമായ ആദ്യത്തെ വരുമാനത്തിൽ നിന്നും ഉണ്ടായതാണ്. ഖുർആൻ നമ്മൾ ഓതിയിട്ടില്ലേ, വഅമ്മൽ ജിദാറു فكان لغلامين يتيمين وكان تحته كنز لهما وكان أبوهما صالحا. ഒരു സ്വാലിഹായ പിതാവിന്റെ, നമ്മുടെ പിതാവ് എന്ന് പറയുമ്പോ നമ്മുടെ ബയോളജിക്കലായ പിതാവിനെ മാത്രം നമ്മൾ ഓർത്താൽ പോരാ. നമുക്ക് ജന്മം നൽകിയ പിതാവുണ്ടല്ലോ, അത് ശാരീരികമായി നമ്മുടെ പിതാവാണ്. പക്ഷെ നമുക്ക് ആത്മീയമായ പിതാവുണ്ട്. KP ഹസറത്ത് നിങ്ങളുടെ ആത്മീയമായ പിതാവാണ്. ആത്മീയമായ പിതാവ് KP ഹസറത്ത് ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങളുടെ പിതാവ് പറയുന്നു, നിങ്ങൾ അങ്ങോട്ട് പോണ്ട, KP ഹസറത്ത് വിളിച്ചാലും കൊള്ളാം, ആര് വിളിച്ചാലും കൊള്ളാം, അങ്ങോട്ട് പോണ്ട എന്ന് പറഞ്ഞാൽ ആ പിതാവിനോട് പറയണം, എന്റെ ആത്മകുലത്തിന്റെ പിതാവാണ് ബഹുമാനപ്പെട്ട KP ഹസറത്ത് അവர்கள். ആത്മകുലത്തിന്റെ പിതാവും ശരീരകുലത്തിന്റെ പിതാവും ഒരു കാര്യത്തിൽ വിഭിന്നമായി പറഞ്ഞാൽ ആത്മകുലത്തിന്റെ പിതൃത്വത്തെ അനുസരിക്കണമെന്നതാണ് നമ്മുടെ പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനം. കാരണം ആത്മകുലം ചേരുന്നത് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്കാണ്. മനാനികളായി നിങ്ങൾ ചേർന്ന് നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് മനസ്സിലായോ?
അത്ര പ്രധാനപ്പെട്ടതാണ്. ഇതിന്റെ പിതൃത്വമാരാണ് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഉസ്താദ് അവറുകൾ. നമ്മുടെയൊക്കെ ഭിത്തികളുണ്ടല്ലോ, ജംഇയ്യത്തിന്റെ ഭിത്തി. ഇപ്പോ വരുന്ന SIR വരുമ്പോ നമ്മൾ അതിനു വേണ്ടി ചെയ്യുന്ന സമരമാകുന്ന ഭിത്തി ഉണ്ടല്ലോ, ഏക സിവിൽ കോഡിനെതിരെയുള്ള സമരത്തിന്റെ ഭിത്തി ഉണ്ടല്ലോ, വഖഫ് നിയമങ്ങൾ കടന്നു വരുമ്പോ പ്രതിരോധത്തിന്റെ വന്മതിൽ തീർക്കുന്ന ആ ഭിത്തി ഉണ്ടല്ലോ, ആ ഭിത്തിക്ക് അസ്ഥിവാരം ഇട്ടിട്ടുള്ളത് ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഉസ്താദ് അവരുടെ ഇഖ്ലാസിന്റെ ആ പൈസ കൊണ്ടാണ്, അണപ്പൈസ കൊണ്ടാണ് എന്ന് പറയുമ്പോ ഈ പ്രസ്ഥാനം എത്ര സമുന്നതമായ തലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടുന്ന, നമ്മുടെ പ്രവർത്തനം എത്രത്തോളം സമുജ്ജലമായി നാം ആചരിക്കൽ അനിവാര്യമായി തീരുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നെ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. റഹ്മാനായ റബ്ബ് വലിയ പ്രവർത്തകന്മാരായി മാറാൻ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, അതുവഴി പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് വേണ്ടി സുന്നത്ത് ജമാഅത്തിന്റെ പവിത്രമായ മാർഗത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കെല്ലാവർക്കും പ്രവർത്തന നിരതരായി മുന്നേറാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖിനെ പ്രദാനിക്കുമാറാകട്ടെ.